മുള കൊണ്ടൊരു വിമാനമുണ്ടാക്കാൻ കഴിയുമെന്ന് അവർ പറയുന്നു. ക്ലാസിക് ടി.വി. ഷോയായ മാക് ഗേവറിൽ ഒരിക്കൽ അതിലെ നായകൻ മുളയും ഡക്ട് ടേപ്പും ഒരു സിമന്റ് മിക്സർ എഞ്ചിനും ഉപയോഗിച്ച് അത് ചെയ്തു. പറക്കാൻ കഴിയുന്ന ഒരു ദ്വിസീറ്റർ വിമാനമുണ്ടാക്കാൻ അദ്ദേഹത്തിന് വെറും 4 മണിക്കൂർ മാത്രമേ വേണ്ടിവന്നുള്ളൂ. ഇത് ശരിക്കും സാധ്യമാണോ എന്നറിയാൻ ഗ്രാൻഡും സംഘവും ഇത് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ആവശ്യമായ പ്രധാന വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി അവർ ലഘുവിമാനങ്ങളുടെ രൂപകൽപ്പന പഠിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അവരുടെ പദ്ധതി ഇതായിരുന്നു: ഫ്രെയിമിനായി അലുമിനിയത്തിന് പകരം മുള ഉപയോഗിക്കുക, എല്ലാ സന്ധികളും ഡക്ട് ടേപ്പ് ഉപയോഗിച്ച് ഉറപ്പിക്കുക, ചലിക്കുന്ന ഭാഗങ്ങൾ സുഗമമായി പ്രവർത്തിക്കാൻ കമ്പി ഉപയോഗിച്ച് ബന്ധിപ്പിക്കുക. ഷോയിൽ ഉപയോഗിച്ച അതേ മോഡൽ സിമന്റ് മിക്സർ എഞ്ചിൻ, 9 കുതിരശക്തിയുള്ള ഒരു മോട്ടോർ അവർ കണ്ടെത്തി. ഗ്രാൻഡ് അതിൽ ഒരു മര പ്രൊപ്പല്ലർ ഘടിപ്പിച്ചു. പരീക്ഷണത്തിൽ ഇത് 3 പേര് വഹിച്ച ഒരു വണ്ടി തള്ളാനാവശ്യമായ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിച്ചു. വേഗത കുറവായിരുന്നെങ്കിലും ഭൗതികശാസ്ത്രമനുസരിച്ച് ഒരു മുള വിമാനത്തിന് ശരിക്കും വായുവിലൂടെ ഉയരാൻ സാധ്യതയുണ്ടായിരുന്നു. ക്യാരി ഫ്രെയിമിന് മുകളിൽ പ്ലാസ്റ്റിക് ഫിലിം കൊണ്ട് ആവരണം ചെയ്തു. ഗ്രാൻഡ് ഒരു റേഡിയോ കൺട്രോൾ സിസ്റ്റം സജ്ജീകരിച്ചു. എല്ലാം പൂർത്തിയാക്കാൻ അവർക്ക് 3 മുഴുവൻ ദിവസങ്ങൾ വേണ്ടിവന്നു. ടി.വിയിൽ മാക് ഗേവർ ചെയ്ത 4 മണിക്കൂറിനെ അപേക്ഷിച്ച് ഇത് വളരെ കൂടുതലായിരുന്നു. പരീക്ഷണ പറക്കലിനായി ടേക്ക് ഓഫിന് അനുയോജ്യമായ 100 അടി ഉയരമുള്ള പാറക്കെട്ടുള്ള ഉപേക്ഷിക്കപ്പെട്ട ഒരു ക്വാറിയിലേക്ക് അവർ പോയി. വിമാനം ഒറ്റയ്ക്ക് നീക്കാൻ കഴിയാത്തത്ര വലുതായതുകൊണ്ട് അവർ അത് ഭാഗങ്ങളായി കൊണ്ടുവന്ന് സ്ഥലത്ത് വെച്ച് കൂട്ടിച്ചേർത്തു. വിമാനം തയ്യാറായപ്പോൾ തോറിയും ക്യാരിയും അവസാന പരിശോധനകൾക്കായി കോക്പിറ്റിൽ കയറി. എഞ്ചിൻ മുഴങ്ങി വിമാനം മുന്നോട്ടു നീങ്ങാൻ തുടങ്ങി. തുടർന്ന് അവർ 150 പൗണ്ട് ഭാരമുള്ള 2 ഡമ്മികളെ ഡക്ട് ടേപ്പ് ഉപയോഗിച്ച് സീറ്റുകളിൽ ബന്ധിപ്പിച്ച് യഥാർത്ഥ പരീക്ഷണം ആരംഭിച്ചു. മുളവിമാനം സാവധാനം അരികിലേക്ക് ഉരുണ്ടു, തറയിൽ നിന്ന് ചെറുതായി ഉയർന്നു, എന്നിട്ട് പാറക്കെട്ടിൽ നിന്ന് നേരെ താഴേക്ക് കൂപ്പുകുത്തി താഴെ നിലത്ത് ശക്തിയായി ഇടിച്ചു തകർന്നു. എഞ്ചിൻ അല്പം കൂടി കുതിരശക്തിയും അല്പം കൂടി വേഗതയും ഉണ്ടായിരുന്നെങ്കിൽ അത് ശരിക്കും പറന്നുയരുമായിരുന്നു.